വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇന്നതാ ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തായ് സ്റ്റീർ ചിക്കൻ ഫ്രൈ. അപ്പോൾ തായ് സ്റ്റീർ ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്കും സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സാലഡ് പോലത്തെ ഒരു റെസിപ്പിയാണ്. ഇത് തായ് സ്റ്റൈൽ ചിക്കൻ സ്റ്റിർ ഫ്രൈ എന്നാണ് ഈ ഒരു റെസിപ്പിയുടെ പേര്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത്, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ നോക്കേണ്ടത് തായിയുടെ ബേസിൽ ലീഫാണ്. അപ്പോൾ അതില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ ചെയ്യണ പോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2-3 ഇല നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, അതും ഒരു 2-3 തണ്ട് എടുക്കാം. അതുപോലെ കുറച്ച് പുതിനയില എല്ലാം ഇപ്പം മിക്സിയുടെ ജാറിനകത്തോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഒരളവിൽ ഒരു 3-4-5 ഇല ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ബേസിൽ ലീഫ് ഉണ്ടല്ലോ, ബേസിൽ ലീവ്സ് നമുക്ക് ഈ തായ് സ്റ്റൈൽ ബേസിൽ ലീവ്സ് നമുക്ക് ആമസോണിലൊക്കെ പ്ലാന്റ് വാങ്ങാൻ കിട്ടും, അതുപോലെ സീഡും വാങ്ങാൻ കിട്ടും. ഇതിനിപ്പോൾ ഇതൊന്നും വാങ്ങാൻ പറ്റിയില്ല എന്ന് വെച്ചാലും കുഴപ്പമില്ല, നമ്മുടെ തുളസി ഇല എടുത്ത് ഒന്നിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പിന്നെ എന്താ പറയുക, നമ്മുടെ ബേസിൽ ലീഫ് നമുക്ക് ഡ്രൈ ആയിട്ടുള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടും. നമുക്കിപ്പോൾ ഗ്രീൻ ആയിട്ടുള്ള അത് അവൈലബിൾ അല്ലെങ്കിൽ ഡ്രൈ നമുക്ക് ബോട്ടിലായിട്ട് വാങ്ങാൻ കിട്ടും. അത് വാങ്ങി യൂസ് ചെയ്താലും മതി. ഞാനിപ്പോൾ നമ്മുടെ നാടൻ തുളസിയും അതുപോലെ ഒരു തൈം അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ ഒരു ഇലയുമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പം തായ് സ്റ്റൈൽ ബേസിൽ ലീവ്സ് ആമസോണിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ പ്ലാന്റ് സീഡും ഒക്കെ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ ആ സാധനം കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ അത് വാങ്ങിയിട്ട് നമുക്കത് വെച്ചിട്ട് പിന്നെയും ചെയ്യാം. തായ് സ്റ്റൈൽ ഒരുപാട് റെസിപ്പി ഉണ്ട്. അവരുടെ കുറേ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഇലകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഇട്ടിരിക്കുന്ന ഇലകളും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ കൂടി ഒന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. കുറച്ച് നന്നായിട്ട് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോൾ 3 കാന്താരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എരിവിന് വേണ്ടിയിട്ടാണ്. 3-ന് പകരം നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പൈസ് ലെവൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇവിടെ നമ്മുടെ ഇലകളൊക്കെ കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ഗ്രൈൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വെളുത്തുള്ളി മാത്രമുണ്ട് ഗ്രൈൻഡ് ആവാതിരുന്നിട്ട്, സാരില്ല, അത് കുഴപ്പമില്ല. നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കത് ഓൾറെഡി സ്റ്റൗ കത്തിക്കാം. ഇനി ഇതൊന്ന് ചൂടാകുമ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇപ്പോൾ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ല ബട്ടറാണുള്ളെങ്കിൽ ബട്ടർ വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒലിവ് ഓയിലിൻ്റെ കൂടെ നിങ്ങൾക്ക് ബട്ടറും ആഡ് ചെയ്യാം. ഓക്കെ, രണ്ടും കൂടി ആയിട്ടും ചെയ്യാം. അതിപ്പോൾ ഫസ്റ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ലാസ്റ്റിൽ നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിന് നമുക്ക് വേറൊരു സാധനം വേണ്ട, എന്താ വെച്ചാൽ സ്പ്രൗട്ടാണ്. അതായത് നമ്മുടെ ചെറുപയർ മുളപ്പിച്ച് എടുത്ത് വെക്കണം. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ റെസിപ്പി കാണുമ്പോൾ തന്നെയൊക്കെ എടുത്ത് വെച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ സ്പ്രൗട്ടും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അത് ഒരു ഹെൽത്തിയാണ്. ഇവരുടെ റെസിപ്പിയിലധികം സാലഡ്സ് ആണല്ലോ കൂടുതൽ വരിക. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ എടുത്ത് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചെറുതായിട്ട് ചൂടാകുമ്പോൾ ഞാൻ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ഇലയുടെയും ഇഞ്ചിയുടെയും ഒക്കെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 3-4 വെളുത്തുള്ളി, തായ് ഈ ചൈനീസ് വെളുത്തുള്ളിയാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ ഒരു 1-2 മതിയാവും. വലിയ വെളുത്തുള്ളിയാണല്ലോ, ഇതിപ്പം നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ വെളുത്തുള്ളിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവേഴ്സ് ഉണ്ടാവും. ചെറുതാണെങ്കിൽ ഒരു 3-4-5 എടുക്കാം. എന്നിട്ട് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ സ്കൂളിൽ നമുക്ക് ലഞ്ചിനൊക്കെ കുട്ടിക്ക് ഇത് കൊടുത്തു വിടാം. ചപ്പാത്തി അതുപോലെ ചോറ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ അല്ലെങ്കിൽ സാലഡായിട്ട് ഇപ്പം കീറ്റോ ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് ജസ്റ്റ് ഒരു ഡയറ്റ് ഫുഡായിട്ടും ഇതിനകത്ത് ഇത് നമുക്ക് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പം ഞാനൊരു മീഡിയം സൈസ് കുഞ്ഞി സവാളയാണ് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും സ്ലൈസ് ആയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മഷ്റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഷ്റൂമും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കയ്യിൽ മഷ്റൂം ഇല്ലാത്തതുകൊണ്ട് സവാളയും അതുപോലെ ക്യാബേജ് സ്ലൈസ് ചെയ്തതും ക്യാരറ്റും ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇടുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ബോൺലെസ് ചിക്കനാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതായത് എല്ലില്ലാത്ത ചിക്കൻ. ഒരു ചെറിയ 1-2 കട്ടിയില്ലാത്ത എല്ലൊന്നും വന്നാൽ കുഴപ്പമില്ല. പക്ഷെ നല്ല കാലിൻ്റെ പോലത്തെ അങ്ങനത്തെ എല്ലും കഷ്ണമൊന്നും ഇടരുത്. കൂടുതലും ബോൺലെസ് ചിക്കനാണ് നല്ലത്. അതാകുമ്പോഴാണ് പെട്ടെന്ന് വേവുക. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ബ്രോയിലർ ചിക്കനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്നുമില്ല, അത് ജസ്റ്റ് നമ്മൾ അരച്ച പേസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞൊരു മീഡിയം സൈസ് സവാള ഇട്ടു. സവാള ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തു. ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് സോട്ട് ചെയ്യുക. ആ ചിക്കൻ്റെ കളറ് ചെറുതായിട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് എന്ന് പറയുമ്പം ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കാൻ നിൽക്കേണ്ട, കുറച്ച് ഇട്ടാൽ മതി. കാരണം നമ്മളിതിൽ സോയ സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ സോയ സോസിന് ഓൾറെഡി ഒരു ഉപ്പ് ടേസ്റ്റുള്ള സോസാണ്. അപ്പോൾ ഒരു കുറച്ച് ചിക്കനിൽ ലേശം ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ. കല്ലുപ്പാണ് നമ്മുടെ ഹെൽത്തിന് നല്ലത്. അതുകൊണ്ട് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു കൈപ്പിടി, വലിയൊരു കൈപ്പിടി എന്നല്ല, കുഞ്ഞ് ഒരു പിടി, 1 ടീസ്പൂൺ അത്രയും ചേർത്ത് കൊടുക്കുക ആദ്യം. എന്നിട്ട് പിന്നെ സോസൊക്കെ ചേർത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചിക്കനിൽ ജസ്റ്റ് ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിക്കൻ്റെ കളർ ഏകദേശം മാറിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് കുക്ക് ചെയ്യുമ്പം കഴിയുന്നതും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാത്ത നല്ലൊരു പാത്രം വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതാ ഞാൻ ഇതിനകത്തോട്ട് ക്യാബേജ് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പിടി ക്യാബേജാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ക്യാരറ്റ് ചേർത്ത് കൊടുത്തു. നിങ്ങളുടെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബട്ടർ മഷ്റൂമോ അല്ലെങ്കിൽ മിൽക്ക് മഷ്റൂമോ എന്താണുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. അത് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ് നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത്, സ്പ്രൗട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഇതുപോലെ ഒരു 1-2 കൈപ്പിടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് എല്ലാം കൂടി വഴറ്റാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി മേളിലൊന്ന് ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും കൂടി കട്ട് ചെയ്തതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ നമ്മൾ ശരിക്കും വെള്ളം ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അതുപോലെ തന്നെ നമ്മളിട്ട വെജിറ്റബിൾസിൽ നിന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഹൈ ഫ്ലെയിമിലാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ ബോൺലെസ് ചിക്കനൊക്കെ ആണെങ്കിലും നല്ല ഇതായിട്ട് വരും. ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വേവിക്കാൻ പറ്റാത്തവർക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരുപാട് നേരം വേവിക്കാനായിട്ട് വെക്കരുത്. ഇതൊരു സാലഡ് പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു 2-10 മിനിറ്റ് അടച്ച് വയ്ക്കാം. അതുപോലെ സോയ സോസാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ്റെ ഒരു കളറ് കുറച്ച് മാറി വന്നപ്പം നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ എടുത്ത് സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഡാർക്ക് സോയ സോസാണ് ചേർക്കുന്നതെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ, ഒരു 1.25 ടേബിൾ സ്പൂൺ മതി. ലൈറ്റ് സോയ സോസാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നിങ്ങൾ ഉപ്പ് നോക്കാം. ഞാനിനിയിപ്പോൾ ഇവിടെ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഗാർലിക്കിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ എന്താ പറയുക, ചെറിയൊരു ചാട്ടിൻ്റെയൊക്കെ ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് കുറച്ച് ചാറ്റ് മസാലയും ചേർത്ത് കൊടുക്കാം. അത് ഞാൻ ഓപ്ഷണൽ പറഞ്ഞതാണ്. ശരിക്കും തായിൽ ചാറ്റ് മസാലയൊന്നും ചേർത്ത് കൊടുക്കില്ല. അവരുടെ മെയിൻ ഫ്ലേവർ എന്ന് പറയാനാണെങ്കിൽ ആ ഒരു ബേസിൽ ലീഫിൻ്റെ ആ ഒരു മണമാണ് ഈ ഒരു ചിക്കൻ റെസിപ്പിക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി, വേറെ ഒന്നും ചേർക്കണ്ട. ജസ്റ്റ് സോയ സോസ് ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.25 ടേബിൾ സ്പൂൺ മാക്സിമം ഡാർക്ക് സോയ സോസ്, ലൈറ്റ് ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് വേവിച്ചെടുക്കാം.
ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതുപോലെ ഈ സമയത്ത് ഉപ്പോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഒരു 5 മിനിറ്റെങ്കിലും അതൊന്ന് അടച്ച് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ കംപ്ലീറ്റ് ഫ്ലേവർ അതിനകത്ത് തന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ലും ഒക്കെ അങ്ങ് പുറത്തേക്ക് പോകും. ഒന്നും അതിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കില്ല. നമ്മൾ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ആയാലും സ്മെല്ലായാലും ഒക്കെ അതിനകത്ത് തന്നെ കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കുമ്പോഴായാലും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എരിവ് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആകെ 3 കാന്താരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളും കാന്താരി ആഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഒന്നുകിൽ ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് കീറിയിട്ട് കൊടുത്താലും മതി. നമുക്ക് നല്ല ഒരു സ്പൈസിനെസ് കിട്ടും. നമ്മുടെ ഈ ഒരു റെസിപ്പി ആയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ 3 കാന്താരി ഇട്ടിട്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല സ്പൈസി ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ചേർക്കുന്ന മുളകിൻ്റെ എരിവിനനുസരിച്ച് തന്നെ നമുക്കിതിനകത്ത് സ്പൈസി ലെവൽ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അപ്പോൾ കാന്താരിയാണ് ചേർക്കുന്നത് ഏറ്റവും നല്ലത്. അതാണ് ഹെൽത്തിനും നല്ലത് അത് തന്നെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളക് എടുക്കാം കേട്ടോ. വറ്റൽമുളക് വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക, അല്ലെങ്കിൽ വറ്റൽമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഒരു 10-15-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി റെഡിയാവും. അതായത് ചിക്കൻ ഒന്ന് വേവണമല്ലോ, ചിക്കൻ വേവാൻ കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ ബ്രോയിലർ ചിക്കൻ ആണെങ്കിൽ കൂടിയും അതൊരു 20 മിനിറ്റെങ്കിലും നമ്മൾ മാക്സിമം വേവിച്ചെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്ത് ബാധിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് ചെക്ക് ചെയ്ത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ചിക്കൻ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് എടുക്കാവുള്ളൂ. കുറച്ച് അടികട്ടിയുള്ള പാത്രമൊക്കെ എടുക്കുന്നതാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വെള്ളം ഒഴിച്ച് വേവിക്കണം എന്നുള്ളതൊക്കെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. ചൂടുവെള്ളം അധികം ഒഴിക്കണ്ട, എന്നാലും കുറച്ച് വെന്തില്ല എന്നുള്ള സംശയമൊക്കെ ഉള്ളവർക്ക് അങ്ങനെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒഴിക്കണമായിരിക്കും നല്ലത്. എന്നിട്ട് ചെയ്യണതാണ് നല്ലത്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ തായ് സ്റ്റിർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നുമില്ല, ഈസിയാണ്, നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ജീരകപ്പൊടി മേലെ വിതറാം. അതുപോലെ ഉലുവയുടെ പൊടിയും ഞാൻ ലേശം ഒന്ന് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ചിക്കനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മുടെ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു തീ ഓഫ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി ഒരു ഫൈനൽ സ്റ്റേജിൽ നിന്ന് നിലയ്ക്ക് നമുക്ക് കുറച്ചും കൂടെ കുരുമുളകൊന്ന് മേളിൽ വിതറാം. അതുപോലെ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തായ് ചിക്കൻ സ്റ്റിർ ഫ്രൈ. ഈസിയാണ്, എളുപ്പത്തിൽ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാം. അപ്പോൾ അതുപോലെ സ്പ്രൗട്ട്സൊക്കെ നമുക്ക് വേവിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറ്റിനും യൂസ് ചെയ്യാം. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും. അവർക്ക് ഈ ഒരു പ്രായത്തിൽ നല്ല പ്രോട്ടീൻ ഫുഡ് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ചിക്കൻ്റെ പീസസൊക്കെ തന്നെയായാലും നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ. അപ്പോൾ ഞാനിത് 2 ആഴ്ചയായി ഇപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ചെറിയൊരു ബ്രേക്കിന് ശേഷമാണ് വന്നത്. അപ്പോൾ വീഡിയോ കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അപ്പോൾ അടുത്തൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിനകത്തോട്ട് സെർവ് ചെയ്യാം. അതുപോലെ ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാണ്. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത്. ഇനിയിപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് വേറൊരു സെർവിങ് ബോളിനകത്തോട്ട് സെർവ് ചെയ്ത് കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അടി കട്ടിയില്ലാത്ത പാത്രങ്ങൾ എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ മുന്നേ ഇട്ട വീഡിയോസൊക്കെ എല്ലാവരും കാണാം, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും 1000 താങ്ക്സ്. നമ്മുടെ 2 വീഡിയോ 6K വ്യൂ ആയിട്ടുണ്ട്. പക്ഷേ അത്രയും തന്നെ സബ്സ്ക്രൈബേഴ്സും കൂടി നമുക്ക് വേണം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ.